എന്താ വിമാനത്താവളത്തിലേക്ക് വന്നില്ല? ഒന്നുമില്ല പാപ്പ. കരുതിയിരിക്കണേ, വല്ല സാധനം കാണില്ല. ഷക്കീല എവിടെ? അകത്തുണ്ട്. ഷക്കീല, കൊറേ കാലം നിങ്ങളെ കൈകൊണ്ട് വെച്ച നെയ്ച്ചോറൊക്കെ തിന്നിട്ട്. കുട്ടിമൂസേ, ഇങ്ങോട്ട്. അനക്ക് നെയ്ച്ചോറും ബിരിയാണിയും കോഴിയും ഒക്കെ പള്ള നിറച്ച് തന്നിട്ട് എന്ന് ഇവിടുന്ന് വിടുള്ളൂ. ആ, പോയിരിക്കി. ആ, അവിടെ അല്ല, കോലായില്. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള കറിക്കൊക്കെ ഒരു ഗൾഫ് ടേസ്റ്റ് വന്നോട്ടോ. അതായത് മൂപ്പരവിടുന്ന് ഈ ഒട്ടകത്തിന്റെ ഈ ഒട്ടകപ്പശിന്റെ ഒക്കെ ഇറച്ചി നിന്ന് വരികയല്ലേ. അല്ല, അതേതായാലും കേക്ക് ഇവിടെ ഉണ്ടാക്കി കൊടുക്കാനൊന്നും കഴിയില്ല. എന്നിരുന്നാലും ഏതാണ്ട് അതിനോടൊന്ന് മുട്ടി നിന്നോട്ടെ. അതൊക്കെ ഞാൻ മുട്ടിച്ചോളുണ്ട്. ഈ പോയി എന്റെ പണി നോക്ക്. പൊയ്ക്കോ, കൊല പോയിരുന്നോ. നിങ്ങളെന്താണ് ഇങ്ങനെ കല്യാണം മുറിയ പെൺകുട്ടികളായി? ആ, നിങ്ങൾ ഇന്ന് വരും നാളെ വരും എന്ന് വിചാരിച്ച് കണ്ണിൽ എണ്ണ വെച്ച് കാത്തിരിക്കുക. ആര്? ഇങ്ങളെ കെട്ടുകാരൻ ഫക്രുദ്ദീൻ ഹാജി. മൂപ്പർക്ക് ഇങ്ങൾ വന്നിട്ട് ഇങ്ങളെ കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കേണ്ടെന്നാണ് പറയണേ. എന്തോ സ്വത്ത് കച്ചവടത്തെ പറ്റിയിട്ടാണ്. കാരണം ഒരുത്തി പെരാർ നിൽക്കാനേ, അല്ലാതെ എന്ത് ചെയ്യുന്നു. എന്തോ പണി കിട്ടിയെന്ന് കേട്ടുള്ള ജമാലിന്? ഓ, കിട്ടി. കണ്ടക്ടർ ബസ്സില് കമ്പിമ തൂങ്ങിയിട്ടുള്ള പണി വേണ്ട, ഞമ്മളെ തറവാട്ടിൽ ആരോ പണി എടുത്തിട്ടില്ല എന്ന് വല്ല ബാപ്പ. അയാൾ ഇവനെ കളക്ടറാക്കാനായിട്ട് വിചാരിച്ചിരിക്കും. അല്ലാതെ എന്ത് പറയാന്. ചെക്കനോ ബാപ്പ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി, പകലെന്ന് പറഞ്ഞാൽ പകല്. ഒരു സംശയമില്ല, അതാണ് ഓന്റെ സ്വഭാവം. ആ, എന്തെങ്കിലും ഒരു കര പറ്റിക്കോളായിരിക്കും. ഇന്ത്യങ്ങളൊന്നും മാറിയല്ലോ, വിദ്യാഭ്യാസത്തെ. പുഴയെ തന്നെ കെട്ടിവെക്കാനാണെങ്കിൽ ഏത് അഭ്യാസം കൊണ്ടും കാര്യമില്ലടോ. ഇവിടെ വാ. കുട്ടിയോസേ, ഓ, നാട്ടിലൊക്കെ വെള്ളം പറ്റിയോ? കുളിന്നനെ ഒന്നില്ല? 10 മനുഷ്യന്മാരുടെ ഇടയിൽ എനിക്ക് ചീത്തപ്പേരുണ്ടാക്കി തരില്ലേ? അതോ, ആരാണ് ഈ ഇരിക്കുന്നത്? എവിടുന്നാ മൂപ്പര് വന്നത്? ഇനി മൂപ്പരെ കാണാൻ ഇവിടെ വലിയ 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 ആളുകൾ വന്നും പോയി നിൽക്കും. ആ സമയത്ത് ഈ ഇങ്ങനെ കുളി നനില്ലാതെ നടന്ന ചേപ്പറല്ലേ? ഓടാ നമുക്ക് എന്റെ മുന്നിൽ നിന്ന്. അവിടെ പോയി സ്വത്ത് വാങ്ങണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഫക്രുദ്ദീൻ ഹാജി എഴുതിയപ്പോ ആലോചിക്കാന്നൊരു വാക്ക് ഞാനും എഴുതി. റബ്ബ് സഹായിച്ചിട്ട് സ്വത്തും മുതലും ഒക്കെ ഇപ്പൊ തന്നെ എമ്പാടുണ്ട്. ഇല്ലാത്തത് മനസമാധാന. അതിപ്പോ ഞാൻ എവിടുന്നാ വാങ്ങിക്കൊണ്ടുവരാ? ഞാനാ ഈ നരകത്തിയിൽ കിടന്ന് വേഗണത്. വയസ്സ് 10-24 കഴിഞ്ഞില്ലേ? ആര്യെ? എനിക്കോ? നിങ്ങൾക്കൊക്കെ തമാശ. ഷക്കീലക്ക് ഉഴിഞ്ഞിട്ട് നേർച്ചക്കൊയ്യ പോലെയാ ഓളുടെ കാര്യം. ഞാൻ ഇപ്പൊ എന്ത് വേണോന്നാ പറഞ്ഞോണ്ട് വരണത്? കെട്ടിയാൻ ഒരുത്തൻ പൊട്ടനായിട്ട് ഇവിടെ ഉണ്ട്. എന്തിനാ? ഒരു എണ തുണയായിട്ട് ഒരു 2 ആളും ജീവിക്കുന്നില്ല. 4 ആള് കൂടുന്ന സദസ്സില് എന്റെ മോള് കൂടിയിട്ട് കാലം എത്രയായി. അന്നങ്ങനെ ചെയ്തു പോയി. കാലിത്തറച്ചൊരു മുള്ളല്ലോ പറിച്ചു ഒഴിവാക്കാൻ. നന്നായി വരുമെന്ന് വിചാരിച്ച് എന്റെ കുട്ടീന്റെ ജന്മം പിടക്കായി. ഇനിയിപ്പോ ഫക്രുദ്ദീൻ ഹാജിന്റെ തന്നെ ആക്കണ്ട, വേറെ 1-2 സ്ഥലങ്ങളൊക്കെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യം തന്നെങ്കിൽ അതൊക്കെ ഒന്ന് റൈസർ ചെയ്യണം. ആർക്ക് വേണ്ടിയാ ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടണത്? അവനാന്റെ മക്കൾക്ക്. അവർക്ക് സുഖ സന്തോഷം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാ മൂസേ? ഓ, ഷക്കീലിന്റെ കാര്യാവും. നിങ്ങളെ കെട്ടോളി എപ്പോഴും എന്നോട് പറയുന്നതാ. പക്ഷെ ഞാൻ നോക്കിട്ട് എന്നെ ഒറ്റ വയ്യേ കാണുള്ളൂ.
ഇങ്ങക്ക് ഇത് ഒഴിക്കുമെന്നാ എന്താ അബ്ദൂനോട് വയ്യല്ലോ ഒയ്യാൻ പറയുന്നേ. അത് രണ്ടാക്കും യാതൊരു ഉപകാരമില്ലാത്ത ജീവിതം. സ്വത്തും പോലുള്ള ബാപ്പുണ്ടായിട്ട് കാര്യമുണ്ടോ പ്രായം കഴിഞ്ഞ പെൺകുട്ടിയേക്ക്? ജനമേ ചായ. ഇന്നലെ മുല്ലപ്പൂ കൊണ്ടുവരാന്ന് പറഞ്ഞു പോയ ആളാ ഇന്ന് കൊണ്ടുതരണം. പൂച്ച പൂച്ച നല്ല മോളല്ലേ. സംസാരിക്കില്ലേ? സംസാരിക്കില്ലേ? സത്യമായിട്ട് ഞാൻ പൂച്ചയെ കൊണ്ടുവിടും. ബുദ്ധിയില്ലാതെ ജന്തു. എത്ര പറഞ്ഞാലും കേട്ടില്ല. പഠിപ്പിക്കാൻ ഒരു ടീച്ചർ നമുക്കൊന്നും പഠിക്കാനില്ലേ? നോക്കിത്താ 1 മാസമായി കുടുംബങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഒന്നും സംസാരിക്കണില്ല. കൊഞ്ചണ്ട ഈ എന്റെ ഒരു കുടുംബങ്ങളും. കോളേജ് ഇല്ലാത്ത ദിവസം നല്ലോണം ഇരുന്ന് പഠിച്ചാലെന്താ കേറി പോവോ? ഇതിനെ ഞാൻ തുറന്നു വിടും. അപ്പൊ നീ രക്ഷപ്പെടും, അതും രക്ഷപ്പെടും. ഈ ഇത്തേക്ക് എന്തിന്റെ കേടാ? 24 മണിക്കൂർ ഇരുന്ന് പഠിച്ചെന്നും പറഞ്ഞ് റാങ്ക് ഒന്നും കിട്ടൂല. കിട്ടിയാ തന്നെ എനിക്കിപ്പോ വേണ്ട. ഞാനെന്താ ഡോക്ടറാവും പോവാ? ഡോക്ടറും കളക്ടറും ഒന്നും ആയില്ലെങ്കിലും 10 മനുഷ്യന്മാരുടെ ഇടയിൽ കൂടണമെങ്കിൽ വിവരം വേണ്ടിവരും. വലിയ കോൺട്രാക്ടറെ കെട്ടാൻ പോണേ. കോൺട്രാക്ടറുടെ കാര്യമൊന്നും പറയണ്ട. കോളേജിൽ ഇപ്പൊ തന്നെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുക കുട്ടികളൊക്കെ. അക്കാര്യം പറഞ്ഞപ്പോ ഓൾഡ് ഒരു വലുതാവല്ലേ? പരീക്ഷ വരുന്നത്. ഈ പുരയിൽ ഇത്രയും പണിയൊക്കെ ഉണ്ടായിട്ടും അന്നെ കൊണ്ട് തൊടിക്കാത്തെന്താ? പഠിച്ച് ജയിച്ച് അന്തസ്സായിട്ട് അയാളുടെ കൂടെ പോയി പുറത്തോട്ടെന്ന് വിചാരിച്ചിട്ടാ. ചെല്ലു. അന്റെ ഇക്കാക്കാന്റെ അടുത്തുനിന്ന് തന്നെ ആവശ്യത്തിന് എനിക്ക് കിട്ടുന്നുണ്ട്. ഞാനാ ചീത്തയാക്കണെന്ന് പറഞ്ഞിട്ട് ഞാൻ പോടി. ഞാൻ അപ്പളേ പറഞ്ഞില്ലേ കാല് മുറുക്കി കെട്ടണമെന്ന്. അതെങ്ങനെ കുരുത്തക്കല്ലേ കാണിക്കുള്ളൂ? നിങ്ങള് സക്കിലാന്റെ കാര്യം മൂപ്പരോട് പറഞ്ഞ? ഓൻ സമ്മതിക്കുന്ന മൂപ്പർക്ക് 12ാം വയസ്സില് കടപ്പുറത്തൊന്ന് കയ്യും പിടിച്ചുകൊണ്ടൊന്ന് ഇത്രയും കാലം തിന്നാൻ കൊടുത്ത് പോറ്റിയില്ലേ? ആ നന്ദി ഓനുണ്ടെങ്കില് ആചാര് പറഞ്ഞ ഓൻ കേൾക്കൂലേ? നിങ്ങളൊരു പേടി തരിക്കോർത്ത് ബേജാറാവണ്ടാന്ന്. ഒക്കെ ശരിയായിക്കോളും. ആ നേരെ തന്നെ പറ്റിയൊരു കേസുണ്ടേന്. എന്നിട്ടെന്തേ? മുയലളിയ പോലെ നായി പോയില്ലേ? അതൊക്കെ വേറെ ആൺകുട്ടികൾ കബൂലാക്കി. ഓരിങ്ങക്ക് എന്ത് തരും? അതൊരു ചെതല്ലാത്ത ചോദ്യമായിപ്പോയി. മനുഷ്യൻ കേട്ടാ കുട്ടിമൂത്ത കമ്മീഷന്റെ ആളാണെന്നല്ലേ ഇപ്പൊ അതിന്റെ ധ്വനി. നായ്ക്കെട്ട് പണിയില്ല, നിൽക്കാനിട്ട് നേരമില്ലെന്നാണ് എനിക്ക് നിന്റെ ഹാല്. അറിയാലോ, നാട്ടുകാർക്കും വേണ്ടി മണ്ടിപ്പാഞ്ഞെടുക്കുന്ന മനുഷ്യനാണ് ഞാന്. അപ്പൊ സന്തോഷം കൊണ്ട് പോലെ എന്തെങ്കിലും തരും, വാങ്ങാണ്ടിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിലും സതുദ്ദേശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോ പ്രതിഫലമായ ഒരു പുഞ്ചിരിയെങ്കിലും കൊടുക്കണമെന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. വേണ്ടാന്ന് ഞാൻ പറയില്ല. ആട്ടെ, അപ്പറഞ്ഞ കല്യാണം നടന്ന മെമ്പർക്ക് സന്തോഷമായി എന്ത് കിട്ടുന്ന ഞാൻ ചോദിച്ചേ? ഒരു 10 ഉറുപ്പ്യ വരും. 10,000? പിന്നെ പറഞ്ഞു വെച്ചിട്ടല്ലേ ഉള്ളൂ. ഒരുവിധം പറ്റുമെങ്കിലേ ഇളക്കി പറിച്ച് ഇങ്ങോട്ട് വരീന്ന്. 20,000 ഞാൻ തരാം നിങ്ങക്ക്. അതിപ്പോ നിങ്ങളൊരു സന്തോഷം കൊണ്ട് തരികയല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ നിങ്ങൾ വല്ലാണ്ട് നിർബന്ധിച്ചാൽ വേണ്ട, ശരിയല്ല. അത് മര്യാദ കേടാ. അത് മാത്രം കുട്ടിമൂസ ചെയ്യില്ല. അത് പോട്ടാണ്, ഞമ്മക്ക് വേറെ നോക്കാം. ഇന്ന് നസീമ പൊറുക്കണേനേക്കാളും വലിയ തറവാട്ട് കൊണ്ടൊരു സ്റ്റെക്കിയിലാണ് ഞാൻ കയറ്റും. ഇത് കുട്ടിമൂസാണ് പറയണേ.